ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും ഇമെയിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജെല്ലാം വരാറുണ്ട്, പറ്റുന്നതിനെല്ലാം റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രീലാൻസിങ് ഒക്കെ അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങിലെല്ലാം താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ചാൽ, പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഞാൻ പലരും പണ്ട് പല വീഡിയോകളും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീണ്ടും അവർ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് എല്ലാം വരുമ്പോൾ അറിയാലോ, നിങ്ങൾക്ക് അത് കാണാം. പിന്നെ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ എനിക്കും കുറച്ച് റിപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് കൂടുതലും വരുന്ന ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഈ കണക്സ് ഫ്രീ ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു അപ്വർക്കിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ കണക്സ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. പണ്ട് നമുക്ക് അപ്വർക്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് കണക്സ് ഒരു ഫ്രീ ആയിട്ട് തരുമായിരുന്നു. പിന്നെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറച്ചു കാലം മുമ്പ് ഞാനത് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കണക്സ് കിട്ടില്ലായിരുന്നു. നമ്മൾ അപ്വർക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് വീണ്ടും നമ്മളത് കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കുമായിരുന്നു കണക്സ്. ഇവരിടയ്ക്കിടയ്ക്ക് പോളിസി മാറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ അടുത്ത കണക്സ് നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ എല്ലാ മാസവും 10 കണക്സ് വീതമാണ് നമുക്ക് കിട്ടുന്നത്. പണ്ട് ഈ 10 കണക്സ് കൊണ്ട് നമുക്ക് 1-2 പ്രൊജക്ടുകൾക്കെല്ലാം പ്രപ്പോസൽ അയക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താന്ന് വെച്ചാല് ചില പ്രൊജക്ടുകൾക്കെല്ലാം ഒരുപാട് കണക്സ് വേണം അപ്ലൈ ചെയ്യാൻ. 21, 16 ഇങ്ങനെയൊക്കെ വേണം. അപ്പൊ ഈ 10 കൊണ്ട് തന്നെ മിക്കവാറും നല്ല പ്രൊജക്റ്റുകൾക്കൊന്നും പ്രപ്പോസൽ അയക്കാൻ പറ്റില്ല. പിന്നെ പറ്റിയാൽ തന്നെ മാക്സിമം 1 അയക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കണക്സ് കഴിഞ്ഞു പോകും. പിന്നെ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഇപ്പോ പുതിയ ഒരാൾക്ക് കണക്സ് കാശ് കൊടുത്ത് വാങ്ങിക്കാന്നൊന്നും പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം $15 എത്രയാണ് നമുക്ക് 80 എണ്ണോ 90 എണ്ണൊക്കെയാണ് കിട്ടാൻ തോന്നുന്നു. 80 എണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 4 പ്രൊജക്റ്റിനല്ലേ ഇത് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തായാലും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ആകെയുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന 10 കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഇൻവിറ്റേഷൻ വരണം. പ്രൊജക്റ്റുകൾക്ക് ക്ലയന്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഈ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രൊഫൈലും കുറച്ച് ഫീഡ്ബാക്കും ഒക്കെ ഉള്ളവർ മാത്രമേ പൊതുവെ ക്ലയന്റ് ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ സ്കില്ലും അങ്ങനത്തെ നല്ല പ്രൊഫൈലും പോർട്ട്ഫോളിയോ ഒക്കെ ഉള്ളവരും ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെ ഇൻവിറ്റേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കണക്സ് ഇല്ലാതെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവര് ഇടയ്ക്ക് നമ്മൾ പ്രൊജക്റ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റിന്റെ ഇന്റർവ്യൂ നടക്കണമെങ്കിൽ, അതായത് ഒരു പ്രൊജക്റ്റിന് പ്രപ്പോസൽ അയച്ചു കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റിന് ക്ലയന്റ് നമുക്ക് മെസ്സേജ് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണക്ട് റീഫണ്ട് ചെയ്ത് തരാറുണ്ട്. പണ്ട് ഇതെല്ലാ പ്രൊജക്റ്റുകളും കിട്ടുമായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ എല്ലാത്തിനും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഇപ്പോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ 21 കണക്സ് ഉണ്ട് എനിക്ക്. പക്ഷെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഞാനത് ഒരു പ്രൊജക്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 21 കണക്സ് വേണമായിരുന്നു ആ പ്രൊജക്റ്റിന്. അങ്ങനെ എൻ്റെ 0 ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ വീണ്ടും 21 ഉണ്ട്. അപ്പൊ ഞാൻ ഈ കണക്സ് ഹിസ്റ്ററി എടുത്ത് നോക്കി. ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇവിടെ -21 ആണ്, ഇത് +21 ആണ്. ഈ -21 എന്നുള്ളത് കാണാം നിങ്ങൾക്ക് അപ്ലൈ ടു ജോബ്. അതുകൊണ്ട് അത് 21 കണക്സ് തീർന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ കാണാം റീഫണ്ടഡ് കണക്സ് ഫോർ കണക്സ് അവാർഡ്. അതായത് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ വന്നതുകൊണ്ട് അവർ തിരിച്ചു തന്നതാണ്. പക്ഷെ അതുപോലെ ഇതിന്റെ താഴെയുള്ള ഈ ജോബിനും ഞാൻ അപ്ലൈ ചെയ്തു. അതിനും എനിക്ക് ക്ലയന്റ് മെസ്സേജ് അയച്ചതാണ്. പക്ഷെ അതിൽ പിന്നെ എനിക്ക് കണക്സ് തിരിച്ചു തന്നൊന്നുമില്ല. കാരണം അവിടെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണക്സ് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അത് അവരെന്തുകൊണ്ടാണ് അങ്ങനെ, എന്താ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അത് അവരുടെ ഒരു പോളിസിക്ക് അനുസരിച്ചായിരിക്കും, എന്തെങ്കിലും നോക്കിയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഏറ്റവും നന്നായിട്ട് തന്നെ പ്രൊഫൈൽ ഉണ്ടാക്കി വയ്ക്കും, പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവിറ്റേഷൻ ഒക്കെ വരികയാണെങ്കിൽ ഈ കണക്സ് ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ വേറെ ഫ്രീലാൻസ് വെബ്സൈറ്റുകൾ ഞാൻ ഉപയോഗിക്കാറുള്ളത് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് PeoplePer ആയിരുന്നു, പിന്നെ വേറെ ഒന്ന് guru.com ആയിരുന്നു. ഞാൻ പിന്നെ freelancer.com എല്ലാവർക്കും അറിയായിരിക്കും. ഞാനത് അങ്ങനെ പക്ഷെ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ എന്തത് അധികം ഉപയോഗിക്കാറെന്ന് വെച്ചാൽ, പണ്ട് അവരെങ്ങനെയായിരുന്നു വെച്ചാൽ, അവര്
നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കമ്മീഷൻ എടുക്കുമായിരുന്നു. അതായത് ഇപ്പോൾ 10% അവരുടെ കമ്മീഷൻ എങ്കിൽ $100 പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ അതിൻ്റെ $10 -10 ആയിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു പ്രൊജക്ട് കിട്ടി. അങ്ങനെ മൈനസ് എത്രയോ 40 എത്രയോ -40 എത്രയോ അവർ കമ്മീഷൻ എടുത്തു. അങ്ങനെ പ്രൊജക്ട് ക്യാൻസൽ ആയിപ്പോയി. പക്ഷെ ഈ കമ്മീഷൻ അവർ കുറച്ചത് അത് പിന്നെ റീഫണ്ട് ചെയ്ത് തന്നില്ല. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഞാൻ ഫ്രീലാൻസറിൽ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ ഞാൻ കൂടുതലും പിന്നെ ചെയ്യാറുള്ളത് peopleperover.com അതുപോലെ guru.com ആണ്. ഈ peopleperover അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി ഒരു UK ബേസ്ഡ് യുണൈറ്റഡ് കിങ്ഡം ആയതുകൊണ്ട് തന്നെ കൂടുതലും പ്രൊജക്റ്റുകളൊക്കെ ആ ഭാഗത്തു നിന്നുള്ളതാണ് വരാറുള്ളത്. ഇതില് ഇപ്പൊ നമ്പർ നോക്കുകയാണെങ്കിൽ കുറവാണ് പ്രൊജക്റ്റുകളുടെ. ഇപ്പോൾ അപ്വർക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്പർ ഓഫ് പ്രൊജക്റ്റ് ഇതിൽ കുറവാണ്, പക്ഷെ കോമ്പറ്റീഷനും കുറവാണ്. പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രൊജക്റ്റുകൾ ഉണ്ട് ഇതിൽ. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയത് നല്ലതാണ്. കാരണം പല പ്ലാറ്റ്ഫോമുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചില പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പ്രൊജക്റ്റുകൾ കിട്ടി, അവിടെ ഒരു ക്ലയന്റിന്റെ കുറെ പ്രോജക്റ്റുകൾ കിട്ടുക, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് പ്രോജക്റ്റ് വന്നിട്ട് അതിന് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് പിന്നെ തുടർന്ന് പോകാലോ. ഇപ്പൊ ഇവരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവര് നമുക്ക് ഒരു 15 കണക്ട്സ് എല്ലാ മാസവും ഫ്രീ ആയിട്ട് തരും. പിന്നെ ഇവരുടെ ഒരു പ്രൊജക്റ്റിന് ഒരു പ്രപ്പോസൽ അയക്കാൻ ഒരു കണക്ട് മതി. ഇവരുടെ കണക്ട് അല്ല, ഇവരുടെ ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 15 പ്രപ്പോസൽ ക്രെഡിറ്റ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മാസത്തെ 15 ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ 15 അവിടെ ഉണ്ട്. ഇതതുപോലെ നമ്മുടെ മറ്റേ അപ്വർക്കിലെ പോലെ അപ്വർക്കിലെ ജോബ് സക്സസ് സ്കോർ പോലത്തെ ഇവരുടെ ഒരു സ്കോറാണ് കാണിക്കുന്നത്. ഇത് പിന്നെ എൻ്റെ പെർഫോമൻസ്, അതായത് ഞാനിപ്പോൾ അധികം ആക്റ്റീവ് ഒന്നുമില്ലാത്ത -41% കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതാണ് അടുത്ത അവരുടെ ഒരു ഫീച്ചർ. നിങ്ങൾക്ക് പുറത്തൊരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ആ ക്ലയന്റിന് നിങ്ങൾക്ക് peopleperoverലോട്ട് കൊണ്ടുവന്നിട്ട് ഇവർ വഴി നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ് അവരോട് പറയുകയാണ് നിങ്ങൾ peopleperoverൽ കൂടെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് പേയ്മെന്റ് ഒക്കെ ഇവര് ത്രൂ നടക്കണം. നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ പ്രൊജക്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലയന്റ് ഫീഡ്ബാക്ക് തന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല പ്രൊഫൈൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഇതിൽ ഞാൻ കുറെ കാലം ആ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പൊ 2020 ഞാൻ അവസാനമായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല എന്ന് മാത്രം. ഞാനിപ്പോ ഒന്നിലും അങ്ങനെ അധികം ചെയ്യാറില്ല, പക്ഷെ നോക്കാറുണ്ട്. പിന്നെ ഇവരുടെ എന്താന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മീഷൻ കുറവാണ്. അപ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതാണ് ഫ്രീലാൻസർ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവര് പലതിലും എഴുതിയിട്ടുണ്ട് ഇവരുടെ. ഇത് പൗണ്ട് ഉണ്ട്, ഡോളർ ഉണ്ട്, അതുപോലെ യൂറോ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ഡോളറിനെ നോക്കാം. ഇപ്പൊ $7,000 മുകളിലുള്ള പ്രൊജക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് 3.5% അവിടെ ടാക്സ് ഉണ്ടാവുള്ളൂ. അതായത് ലൈഫ് ടൈം ബില്ലിംഗ് പെർ ബയർ ആണ്. അതായത് നിങ്ങൾ ഒരേ ക്ലയന്റിന്റെ കുറെ പ്രോജക്റ്റുകൾ കിട്ടുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതായത് അത് മൊത്തം 7,000 കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5% മാത്രമേ അവിടെ വരുള്ളൂ. ഇനി $350 $7,000 ഇടയ്ക്കാണെങ്കിൽ 7.5%. അതുപോലെ $350 താഴെയാണെങ്കിൽ 20%. അപ്വർക്ക് പോലെ തന്നെ. പിന്നെ മിക്കവാറും പ്രൊജക്റ്റുകളെല്ലാം 350 താഴെ ആയിരിക്കുമല്ലോ. അപ്പോൾ വലിയൊരു കാര്യം ഇതുകൊണ്ടില്ല. പക്ഷെ വലിയ പ്രൊജക്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് കമ്മീഷൻ അങ്ങനെ കുറവുണ്ട്. അതാണ് ഇതിന്റെ അടുത്തൊരു ഗുണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഉപയോഗിച്ചായിരുന്ന ഒരു സൈറ്റ് guru.com ആയിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ അധികം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല guru.com-ല്. കാരണം guru.com-ല് പൊതുവെ പ്രൊജക്റ്റുകൾ വളരെ കുറവാണ്. പക്ഷെ ഞാൻ ചില ഫ്രീലാൻസേഴ്സ്, ഇന്ത്യയിലുള്ള ഫ്രീലാൻസേഴ്സിനെ തന്നെ കണ്ടിട്ടുണ്ട് ഇതിൽ. ഇതിൽ മാത്രം ചെയ്യുന്നവരുണ്ട്. കാരണം ആ ഒരു ഫീൽഡിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രൊജക്റ്റുകൾ കിട്ടും. നമുക്കൊരു നല്ലൊരു പ്രൊഫൈലും കുറെ ഫീഡ്ബാക്കും വന്നാൽ അത് കണ്ടിന്യൂസ് പിന്നെ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ guru.com-ൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലും ഫ്രീ കണക്ട്സ് കിട്ടും നിങ്ങൾക്ക്. ഇതിൽ 10 എണ്ണാണ് തോന്നുന്നു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുക.
ഫൈൻഡ് വർക്ക്. ഇതില് ഓരോന്നിനും ഓരോ പേരാണ് ഇപ്പോ കാണാൻ നിങ്ങൾക്ക്. ഓൾ ടൈം ഇതാ you will receive 10 more bits when your membership is renewed on February 2nd. അതായത് 10 ബിറ്റ്സ്. ഇവര് ബിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവരുടെയും ഒന്ന് മതി. 10 പ്രൊജക്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം 10 ബിറ്റ്സ് വെച്ചിട്ട്. അപ്പൊ ഇതില് അവരുടെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിലും ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിലെല്ലാം പ്രപ്പോസലൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഏതിലെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വരാം. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഫൈവർ പോലുള്ള സൈറ്റുകൾ നോക്കട്ടെ. ഞാൻ പിന്നെ ഫൈബർ അങ്ങനെ തീരെ ഉപയോഗിക്കാറില്ല ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാത്തത്. ഫൈവറും നല്ല സൈറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഇതില് നിങ്ങളുടെ പ്രൊജക്റ്റ് കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രൊജക്റ്റുകളുടെ എണ്ണം കുറവാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങൾ ഇതിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീൽഡിലുള്ള പ്രൊജക്റ്റുകൾക്ക് പ്രപ്പോസൽ അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അവിടെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് എനിക്ക് ഈ 2019 അല്ലെങ്കിൽ 2020 ഈ കാലത്ത് 2019 ഒരുപാട് പ്രൊജക്റ്റുകൾ എനിക്ക് പീപ്പിൾ പെർ അവറിൽ വരുന്നത്. കാരണം ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതിൽ ആ കാലത്തൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്തങ്ങനെ വരും. ഇതിൽ ഒരുപാട് ഇൻവിറ്റേഷൻ വരും ഈ പീപ്പിൾ പെർ അവറിൽ. ഇപ്പൊ തന്നെ കാണാൻ നിങ്ങൾക്ക് കുറെ ഇൻവിറ്റേഷൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രപ്പോസല് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, അതായത് കണക്സിന്റെ ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് അത് അപ്പോർക്ക് പോലെ തന്നെ. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ആളുകൾ കുറവായതുകൊണ്ട് നമ്മുടെ ഇപ്പൊ ക്ലയൻസ് എല്ലാം കുറച്ചുകൂടി ആളുകളെ സെർച്ച് ചെയ്തൊരു പ്രപ്പോസൽ ഇൻവിറ്റേഷൻ അയക്കുന്നത് തോന്നുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതിലും ഒക്കെ പ്രൊഫൈൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പീപ്പിൾ പെർ അവർ ആണെങ്കിലും ഗുരു.com എനിക്ക് ഇത്ര പരിചയമില്ല, കാരണം ഞാനതിൽ 1-2 പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പീപ്പിൾ പെർ അവർ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇനി കൂടുതൽ പേരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അതുപോലെ അപ്വർക്കിന്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ അപ്വർക്കിന്റെ എന്താ ഇടാത്തെന്ന് വെച്ചാൽ, എനിക്ക് കണക്സ് ഇങ്ങനെ തീർന്നു പോകുന്നതുകൊണ്ടും പുതിയൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫ്രീ കണക്സ് കിട്ടാത്തൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൽ അധികം അങ്ങനെ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യാത്തത്. എന്തായാലും ഞാൻ അപ്വർക്കിലും ഇനി വീഡിയോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ അയച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാലും ഞാൻ ഇമെയിലും മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യും.